എക്സ്ട്രാ ടൈമിൽ അഭിഷേക് പവാർ നേടിയ ഒരു ഗോളിന് സർവീസസ് കിരീടം നേടിയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരെ പൊരുതി നിന്നു, പക്ഷേ ഗോൾ അടിക്കാനായില്ല. പട്ടാള ചിട്ടയ്ക്ക് മുന്നിൽ കേരളത്തിന്റെ മുന്നേറ്റ നിരക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എങ്ങനെയാണോ ഗ്രൂപ്പ് ഘട്ടത്തിലെ കളി എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിൽ തന്നെ സർവീസസിന്റെ ഒരു പ്രകടനം നമ്മൾ ഇന്നും കണ്ടു. അതായത് ഗോൾ എടുത്തതിന് ശേഷം അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുക, ഗോൾ അടിക്കാതിരിക്കുക, സമയം കൂടുതൽ എടുക്കുക, ഗ്രൗണ്ടിൽ എതിരാളികളെ പിടിച്ചു നിർത്തുക എന്നുള്ള തന്ത്രം സർവീസസ് എങ്ങനെയാണോ ആദ്യ കളിയിൽ നിർത്തിയത് അതേപോലെ തന്നെ നമുക്കറിയാം. ആദ്യ പകുതിയിൽ കേരളം ഒരു മുൻതൂക്കം കേരളത്തിനുണ്ടായിരുന്നു അവരുടെ മുന്നേറ്റത്തിൽ. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ സർവീസസ് അവരുടെ മുന്നേറ്റത്തിന് കുറെ കൂടി മൂർച്ച കൂട്ടി ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ കളിയുടെ നിശ്ചിത സമയത്തിന് അവസാന നിമിഷം കേരളം വലിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അധിക പകുതിയിലേക്ക് വന്നപ്പോൾ സർവീസസ് കുറെ കൂടി വ്യക്തമായ ആധിപത്യം എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. 112ാമത്തെ മിനിറ്റിലാണ് അഭിഷേക് പവാറിന്റെ ഗോൾ വരുന്നത്. ശുഭം റാണ ഇടതു വിങ്ങിൽ നിന്ന് നീട്ടി നൽകിയ ഒരു പന്ത്, അത് ഗോൾ കീപ്പർ, കേരളത്തിന്റെ ഗോൾ കീപ്പർ ഹജ്മൽ വലിയ പരിക്കുകളില്ലാതെ അത് തട്ടി അകറ്റുന്നു. അത് നേരെ അഭിഷേകിന്റെ കാലുകളിലേക്കാണ് വന്നത്. അഭിഷേക് അത് ഒരു നിലം പറ്റിയുള്ള ഒരു ഷോട്ട് ഉതിർക്കുന്നു. നേരെ സന്ദീപ് ആ പന്തിന് മുകളിലേക്ക് വന്ന് വീഴാൻ ശ്രമിക്കുന്നു. പക്ഷേ സന്ദീപിനെയും ഹജ്മലിനെയും കബളിപ്പിച്ച് ആ പന്ത് പോസ്റ്റിലേക്ക് വിശ്രമിക്കുന്നു. അപ്പോൾ കേരളം ആ സമയത്ത് തന്നെ മത്സരം കൈവിട്ടിരുന്നു.